ശബരിമല അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇരുമ്പൂന്നിക്കര ശ്രീ മഹാദേവ ദേവി ക്ഷേത്രം. മഹിഷി നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ അയ്യപ്പൻ ഇരുമ്പൂന്നി വിശ്രമിച്ച സ്ഥലം എന്ന നിലയിലാണ് ഈ സ്ഥലവും ഈ ക്ഷേത്രവും പ്രസിദ്ധമാകുന്നത്. പുരാതന കാലത്ത് വസൂരി രോഗം പടർന്ന് പിടിക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഇവിടെയുള്ള ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂരമ്മയെ ഉപാസിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഒരു ചൈതന്യം ഇവിടെ വരികയും പിൽക്കാലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് വേണ്ടി മഹാദേവനോടൊപ്പം തത്തുല്യമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുമാണ് ചെയ്തത്. ശബരിമല കാനനപാതയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിലും ശബരിമലയ്ക്ക് വരുന്ന അസംഖ്യം ഭക്തജനങ്ങൾക്ക് ഒരുപക്ഷെ പഴമക്കാർക്ക് ഒഴികെ മറ്റുള്ളവർക്ക് ഈ ക്ഷേത്രത്തെ പറ്റി വലിയ അറിവില്ല. ഇവിടെ മഹാദേവൻ വൈദ്യനാഥ ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ രോഗ ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്നാൽ സമ്പൂർണമായും സുഖപ്പെടാറുണ്ട്. അതുപോലെ എല്ലാ ഞായറാഴ്ച ദിവസവും ഇവിടെ നടക്കുന്ന വിളക്ക് പൂജയും അമൃത നിവേദ്യവും ഔഷധ കഞ്ഞിയാണ് കൊടുക്കുന്നത്. അത് സേവിക്കുന്നത് മൂലം വലിയ മാറാരോഗങ്ങൾക്കൊക്കെ ശമനം വന്നിരിക്കുന്ന ധാരാളം ഭക്തജനങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മഹാദേവനോടൊപ്പം ഭദ്രകാളിക്കും തത്തുല്യമായ പ്രാധാന്യത്തോടുകൂടി വാണരുളുന്ന ശബരിമല കാനനപാതയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഇരുമ്പൂന്നിക്കര ശ്രീ മഹാദേവ ദേവി ക്ഷേത്രം. ശ്രീ ഭദ്രകാളി രാവിലെ ശാന്ത സ്വരൂപിണിയായ പാർവതി ദേവിയായും വൈകിട്ട് ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുമാണ് ആയിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. മഹാദേവൻ രാവിലെ വൈദ്യനാഥനായും വൈകിട്ട് കിരാതഭാവത്തിലുള്ള മഹാദേവനായുമാണ് ഇവിടെ കുടികൊള്ളുന്നത്.